വർഗീയ വിദ്വേഷത്തിന്റെ വിഷലിപ്തമായ ഒളിയമ്പുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ. അത് പബ്ലിക് ഫംഗ്ഷനല്ലേ ഗവർണർ ജാതിയും മതവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് ഗവർണറായി ഇരിക്കാൻ പോലും അദ്ദേഹം അയോഗ്യനാണ് ഈ ഒരൊറ്റ കാരണത്താൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗവർണർ ഈ പോരല്ല, ഗവർണർ അദ്ദേഹത്തിന്റെ ദിക്ത അടിച്ചേൽപ്പിക്കുകയാണ്. അത് ഗവൺമെന്റിനോട് മാത്രമല്ല, കേരളീയ സമൂഹത്തോടാണ്. രാഷ്ട്രപതിയെക്കാളും കൂടുതൽ അധികാരമുള്ള ഗവർണർക്ക് പോലും ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കിയ ബില്ല് അധികകാലം വെച്ചു പാർപ്പിക്കുന്നത് ജനഹിതത്തിനെതിരെയുള്ള ഒരു നടപടിയാണ്. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി ഭരണഘടനയുടെ രക്ഷകൻ മാറുന്നത് തികച്ചും അപകട സൂചനയാണ്. നമ്മുടെ രാജ്യത്തെ മതം എന്ന് പറയുന്നത് ഇന്ത്യൻ എന്നതാണ്. ഇന്ത്യൻ പൗരൻ എന്നുള്ളതാണ് നമ്മുടെ മതം. ഒരു ഗവർണർ ഭരണഘടനയുടെ വിഭാവനം ചെയ്യുന്ന മതേതര സങ്കല്പങ്ങൾക്കെതിരായി ഒരു മതപരമായ ആചാരങ്ങൾ ഞാൻ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് തികച്ചും തെറ്റാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പൊതുസ്ഥാനീയങ്ങൾ, ഭരണഘടനാ സ്ഥാനീയങ്ങൾ, അവർക്ക് മതമില്ല. സർക്കാർ പരിപാടികളിൽ മതം അടിച്ചേൽപ്പിക്കുകയോ മതം കുത്തിക്കലർത്തുകയോ ചെയ്യുന്നത് ഒരു സെക്യുലർ രാജ്യത്തിന് യോജിച്ചതല്ല. രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടികൾ മതപരമായ ചടങ്ങുകളാക്കി മാറ്റാനുള്ള കേരള ഗവർണറുടെ നടപടി അതീവ ലജ്ജാകരവും പ്രതിഷേധാർഹവുമാണ്. നമ്മളെ ഭരണഘടന ലോകത്തിലെ ഒരു ശ്രേഷ്ഠമായ ഭരണഘടനയാണ്. നമ്മളെ ഭരണഘടന ഏതൊരു വ്യക്തിക്കും മതം അനുഷ്ഠിക്കാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു മതേതര രാജ്യം എന്ന നിലയിൽ നമ്മളുടെ ഗവൺമെന്റിന് മതമില്ല. അതാണ് ഒരു സെക്യുലർ സ്റ്റേറ്റിന്റെ പ്രത്യേകത. സർക്കാർ പരിപാടികളിൽ മതം അടിച്ചേൽപ്പിക്കുകയോ മതം കുത്തിക്കലർത്തുകയോ ചെയ്യുന്നത് ഒരു സെക്യുലർ രാജ്യത്തിന് യോജിച്ചതല്ല. 42ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർത്ത 4A എന്ന അധ്യായത്തിൽ പറയുന്നത് നമ്മൾ ഓരോരാളും ഭരണഘടനയെ ആദരിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം എന്നാണ്. ഭരണഘടനയുടെ ഉന്നത സ്ഥാനീയനായ ഗവർണർ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര തത്വങ്ങളെ ബലികഴിച്ച് മതപരമായ ചടങ്ങുകളാക്കി സംസ്ഥാന സർക്കാരിന്റെ ചടങ്ങുകൾ മാറ്റുന്നത് ലജ്ജാകരമാണ്, തികച്ചും പ്രതിഷേധാർഹമാണ്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കോടതികളിലെല്ലാം തൂക്കിയിടുന്ന പടങ്ങൾ മഹാത്മാഗാന്ധിയുടെ പടമാണ്? എന്തേ അവിടെ ആ ഇരിക്കുന്ന ജഡ്ജിയുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള പടങ്ങളും സൂക്തങ്ങളും എഴുതി വെച്ചുകൂടാ? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പൊതുസ്ഥാനീയങ്ങൾ, ഭരണഘടനാ സ്ഥാനീയങ്ങൾ, അവർക്ക് മതമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഒരു പൗരന്റെ മതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിവിജ്വൽ മാറ്ററാണ്. ഒരു വ്യക്തിഗത വിഷയമാണ് മതം. ആ മതത്തെ ഒരു കാരണവശാലും നമ്മൾ ഒരു സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാൻ ഒരു ഭരണഘടനയുടെ ഉന്നത സ്ഥാനീയത്തിരിക്കുന്ന ഗവർണർ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്, അതീവ ഗുരുതരമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. കേരള സർക്കാർ ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി തികച്ചും സ്വാഗതാർഹമാണ്. കാരണം ഗവർണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയല്ല, അദ്ദേഹം ഒരു മതത്തിന്റെ പ്രതിനിധിയല്ല, അദ്ദേഹം ഭരണഘടനയുടെ ഒരു ഉന്നത സ്ഥാനീയനാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനക്ക് മതമില്ല, എന്നാൽ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ പരിരക്ഷിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പൊ ഒരു ഗവൺമെന്റിന്റെ പരിപാടി എല്ലാ മതവിഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു പരിപാടിയാണ്. ആ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ പങ്കുചേരുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയിൽ ഏതെങ്കിലും മതത്തിന്റെ ആചാരങ്ങൾ, ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ച് ആ ചടങ്ങിനെ മതവൽക്കരിക്കുവാനുള്ള ഗവർണറുടെ നടപടി തികച്ചും ലജ്ജാകരമാണ്. ഗവർണർ ഇനിയും യാഥാർത്ഥ്യബോധം മനസ്സിലാക്കി കേരളത്തെ പോലെ ഒരു ഉന്നത സെക്യുലർ
പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്തെ മതം എന്ന് പറയുന്നത് ഇന്ത്യൻ എന്നതാണ്. ഇന്ത്യൻ പൗരൻ എന്നുള്ളതാണ് നമ്മുടെ മതം. 1971 ബംഗ്ലാദേശ് യുദ്ധം കഴിഞ്ഞ് ബംഗ്ലാദേശിന്റെ പ്രഥമ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു വിശിഷ്ടാതിഥി. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ സാക്ഷി നിർത്തി ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു, വി ആർ നെയ്തർ ഹിന്ദുസ് നോർ മുസ്ലിംസ്, വി ആർ ബംഗാളീസ്. അതാണ് ഇന്ത്യൻ സംസ്കാരം. ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണ് നമ്മൾ ഹിന്ദുവോ മുസ്ലിമോ അല്ല, നമ്മൾ ബംഗാളികൾ എന്ന് പറഞ്ഞു. നമ്മൾ വി ആർ ഇന്ത്യൻസ്, വി ആർ നെയ്തർ ഹിന്ദുസ് നോർ മുസ്ലിംസ്, വി ആർ ഇന്ത്യൻസ്. നമ്മൾ ഒന്നിപ്പിക്കുന്നത് ഒരു ഇന്ത്യൻ എന്ന വികാരമാണ്. ആ ഇന്ത്യൻ എന്ന വികാരത്തെ വിള്ളലേൽപ്പിക്കാനുള്ള ഏത് ശ്രമവും ഗവർണറല്ല, പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയാണെങ്കിലും അത് എതിർക്കപ്പെടേണ്ടതാണ്, അത് അപലപിക്കപ്പെടേണ്ടതാണ്, അതൊരിക്കലും നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗവർണറെ പോലുള്ള ഉന്നത സ്ഥാനീയത്തിലിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഭരണഘടന അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മുടെ ഭരണഘടനാ ഭേദഗതിയോടുകൂടി 4A എന്ന് പറയുന്ന മൗലികമായ കർത്തവ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭരണഘടന അനുസരിക്കുക, ഭരണഘടന പ്രചരിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഗവർണർ ഭരണഘടനയുടെ വിഭാവനം ചെയ്യുന്ന മതേതര സങ്കല്പങ്ങൾക്കെതിരായി ഒരു മതപരമായ ആചാരങ്ങൾ ഞാൻ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് തികച്ചും തെറ്റാണ്, ലജ്ജാകരമാണ്, അത് പ്രതിഷേധാർഹമാണ്. അതൊരിക്കലും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അനുവദിക്കാൻ പറ്റാത്തതാണ്. കാരണം ഗവർണർ എന്ന് പറയുമ്പോൾ നമ്മളെ സങ്കല്പത്തിൽ വരുന്നത് എന്താണ്? ഒരു സംസ്ഥാന ഭരണകൂടത്തിന്റെ ഒരു റഫറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഒരു പാലമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഗവർണർ സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകളെല്ലാം വെച്ചു പാർപ്പിക്കുക ഭരണഘടനാ വിരുദ്ധമാണ്. അദ്ദേഹത്തിന് ബില്ല് മടക്കി കഴിഞ്ഞ് വീണ്ടും പാസ്സാക്കിയാൽ അദ്ദേഹം ഒപ്പിട്ടേ തീരൂ. മുൻ ഗവർണർ ചെയ്തത് അതാണ്. അദ്ദേഹം ആ ബില്ല് ഒപ്പിടാതെ വീണ്ടും രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിയെക്കാളും കൂടുതൽ അധികാരമുള്ള ഗവർണർക്ക് പോലും ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കിയ ബില്ല് അധികകാലം വെച്ചു പാർപ്പിക്കുന്നത് ജനഹിതത്തിനെതിരെയുള്ള ഒരു നടപടിയാണ്. ഗവർണറിൽ നിന്ന് നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു അസംബ്ലി പാസാക്കുന്ന ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ചാലഞ്ച് ബിഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, ഭരണഘടനാ കോടതികൾ, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാം. 99-ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും യോജിച്ചു നിന്ന് പാസാക്കിയതാണ്. സുപ്രീം കോടതി അത് നൾ ആൻഡ് വോയിഡായി പ്രഖ്യാപിച്ചു, നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി ഭരണഘടനയുടെ രക്ഷകൻ മാറുന്നത് തികച്ചും അപകട സൂചനയാണ്, ഭരണഘടനാ ലംഘനമാണ് ഗവർണറുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ ഈ പോരല്ല, ഗവർണർ അദ്ദേഹത്തിന്റെ ദിക്ത അടിച്ചേൽപ്പിക്കുകയാണ്. അത് ഗവൺമെന്റിനോട് മാത്രമല്ല, കേരളീയ സമൂഹത്തോടാണ്. ഗവൺമെന്റിനോട് മാത്രമല്ല ഈ ഗവർണർ ഏറ്റുമുട്ടുന്നത്. കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് മതേതരത്വമാണ്. അവർക്ക് മതമില്ല, അവരെല്ലാം ഇന്ത്യക്കാരെന്ന ഒരു കൺസെപ്റ്റിലാണ് ജീവിക്കുന്നത്. അവിടെയാണ് ഗവർണർ വർഗീയ വിദ്വേഷത്തിന്റെ വിഷലിപ്തമായ ഒളിയമ്പുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക. അത് പബ്ലിക് ഫംഗ്ഷൻ അല്ലേ ഗവർണർ ജാതിയും മതവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് ഗവർണറായി ഇരിക്കാൻ പോലും അദ്ദേഹം അയോഗ്യനാണ് ഈ ഒരൊറ്റ കാരണത്താൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.